ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ബേസിക്കലി നിങ്ങൾ എൻ്റെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. സോ അതിനുള്ളൊരു ആൻസറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബേസിക്കലി ഐ ഡോണ്ട് യൂസ് ടു ഗെറ്റ് ടൈം ഫോർ ഡൂയിങ് സോ മച്ച് വീഡിയോസ് ആൻഡ് റീൽസ് ആസ് ഓഫ് നൗ ബിക്കോസ് ഐ എം വർക്കിംഗ്. സാറ്റർഡേ ആൻഡ് സൺഡേ മാത്രമേ ഓഫുള്ളൂ. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും ടൈം കിട്ടാറില്ല. സാറ്റർഡേ സൺഡേ കിടന്ന് ഉറങ്ങാനേ സമയമുള്ളൂ. സോ തോട്ട് ഓഫ് ആൻസറിങ് ഇറ്റ് ടുഡേ ടു യു ഗൈസ്. ഓക്കെ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ ഇട്ടപ്പോൾ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിൽ കുറച്ചൊക്കെ ഞാൻ ഉത്തരം തരാൻ ബാധ്യസ്ഥതയാണ്. ഐ മീൻ ഓക്കെ, ഐ ജസ്റ്റ് വോണ്ട് ടു ഗീവ് യു ആൻസേഴ്സ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ വീഡിയോ അങ്ങ് എടുത്ത് കളയാമെന്ന്. യൂഷ്വലി ഐ ഡോണ്ട് യൂസ് ടു ഗെറ്റ് ടൈം. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ്. ഐ എം സോ സോറി ഫോർ ദാറ്റ്. ആൻഡ് യാ സർ, നമുക്ക് കിടന്നാലും ക്വസ്റ്റ്യൻസിലോട്ടൊക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് യുവർ എഡ്യൂക്കേഷൻ. എന്ത് തോന്നുന്നു പറ. എഡ്യൂക്കേഷൻ വന്നിട്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണ്. 2022 പാസ് ഔട്ടാണ്. ആൻഡ് വർക്കിംഗ് ആണ്. അതൊക്കെയാണ് ബി ടെല്ലിങ് യു ഇൻ കമ്മിങ് ഡേയ്സ്. ഓക്കെ, സെക്കൻഡ് വൺ, യു ആർ മൈ ബിഗ്ഗസ്റ്റ് ക്രഷ് ബ്രോ. സീരിയസ്ലി എനിക്കിതൊന്നും ഇപ്പോൾ ഇഷ്ടമേ അല്ല. എൻ്റെ അടുത്തൊന്നും പറയുകയും ചെയ്തത് കേട്ടോ. വെരി വെരി തെറ്റ് കേട്ടോ. ടു നെർവസ് ടു ടെൽ യു ഇൻ റിയൽ ലൈഫ്. എന്താണ് ബ്രദർ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള നെർവസ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞാൽ ഞാൻ അതിനൊരു ഉത്തരം തരും. ഉത്തരം തന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ എന്തായാലും ഓപ്പണായിട്ട് തുറന്ന് പറയാം. എന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടിട്ട് ഭയാനകം എന്ന് തോന്നുകയാണെങ്കിലും ഐ എം നോട്ട് ദാറ്റ്. എന്നെ അറിയുന്നവർക്കറിയാം. നോട്ട് ദാറ്റ്. ടെൽ മീ ഓപ്പൺലി വാട്ട് എവർ യു വോണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് ഇയർ ഓഫ് യുവർ ലൈഫ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചാൽ ഇതിനെ അറിയുന്ന ആരെങ്കിലും ചോദിച്ചതാണ് എന്നുള്ളൊരു ഡൗട്ട് എനിക്കില്ലാതില്ല. എന്നാലും ആ ആൾക്ക് വേണ്ടി ഞാൻ പറയാം, എൻ്റെ എല്ലാ വർഷവും നല്ല വർഷമാണ്. എനിക്ക് ഇന്ന വർഷം ഇന്ന വർഷം നല്ലത് എന്ന് പറയാനില്ല. എല്ലാ വർഷവും നല്ലതാണ്. 2025 എൻ്റെ ലൈഫിൽ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ നടന്നു. ബട്ട് ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. തിങ്സ് ഹാപ്പൻ, യു നോ, തിങ്സ് ഹാപ്പൻ. നമുക്കൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല. ആൻഡ് മേ ബി അതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്യും. മേ ബി ഇൻ ഫ്യൂച്ചർ, ഹൂ നോസ്. ഓക്കെ, സോ എനിക്ക് വേഴ്സ്റ്റ് ഇയർ എന്ന് 2025 പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഗീവ് മീ ലോട്ട് ഓഫ് ഗുഡ് തിങ്സ്. എനിക്ക് എൻ്റെ വർക്ക്, എൻ്റെ സ്റ്റഡീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവ്, ആൾക്കാരെങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്, ഫേക്ക് എന്ത്, റിയൽ എന്ത്, ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരല്ല നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും പ്രാപ്തിയും ബുദ്ധിയും ഇപ്പം എനിക്കുണ്ട്. അതുകൊണ്ട് 2025 is really great day for me. ആൻഡ് മൈ ജോബ് ഞാൻ HR ആയിട്ട് വർക്ക് ചെയ്യുന്നു വേൾഡ് ട്രേഡ് സെൻറ്ററിൽ. കമ്പനി നെയിം ഐ എം നോട്ട് ഏബിൾ ടു റിവീൽ നൗ, ബട്ട് ഐ വിൽ റിവീൽ ഇറ്റ് സൂൺ. നോ നീഡ് ടു വറി. എനി അഡ്വൈസ് ടു ഗീവ് ടു ഗേൾസ് ഇൻ ദെയർ mid-20s? ഇത് ഞാൻ ഓൾറെഡി ആൻസർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും പഠിച്ച് ജോലി വാങ്ങുക, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക ലൈഫിൽ. അത് കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ഫ്യൂച്ചറിൽ ഡിസൈഡ് ചെയ്യാവൂ. വെൻ ഇറ്റ് ഈസ് ടൈം എവറിത്തിങ് ഹാപ്പൻസ്. സോ നിങ്ങൾ ബേസിക്കലി ചെയ്യേണ്ട പഠിക്കുക, ജോലി ചെയ്യുക, നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക. പിന്നെ കല്യാണവും കാര്യങ്ങളൊക്കെ വീട്ടുകാർ പറയുമെങ്കിലും ഡിസൈഡ് യുവർ സെൽഫ് ഫസ്റ്റ്. ടേക്ക് ടൈം. 28 വയസ്സിലോ 26 വയസ്സിലോ 30 വയസ്സിലോ 35 വയസ്സിലോ കെട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ അറ്റ് റൈറ്റ് ടൈം ഡു ഇറ്റ്. ബിക്കോസ് അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് യു ഷുഡ് നോട്ട് ബി സാഡ്, യു നോ. മാരേജ് ഇസ് എ ബിഗ് തിങ്. സോ ഒരു റോങ് പേഴ്സണെ കല്യാണം കഴിച്ച് വിഷമിക്കുന്നതിനേക്കാളും ഒരു റൈറ്റ് ആപ്റ്റായിട്ടുള്ള പേഴ്സൺ വരുമ്പോൾ കല്യാണം കഴിക്കുന്നതായിരിക്കും ബെസ്റ്റ്.
So take your time and do that things. You wish to settle abroad or India? Basically abroad, because ഇന്ത്യയിലും സെറ്റിൽ ചെയ്യാൻ ഇഷ്ടമല്ല എന്നല്ല, ഇഷ്ടമാണ്. നാടിഷ്ടമാണ്, വീട്ടുകാരിഷ്ടമാണ്, നാട്ടുകാരിഷ്ടമാണ്, എല്ലാവരെയും ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഇഷ്ടം അബ്രോഡാണ് സെറ്റിൽ ചെയ്യാൻ. പക്ഷേ കമ്മിങ് ഇയേഴ്സ് യു ക്യാൻ സീ ഇറ്റ് ഇൻഷാല്ലാ. ഇപ്പോൾ ബേസിക്കലി ഞാൻ ദുബൈയിലാണ്, ബട്ട് ദിസ് ഇസ് നോട്ട് മൈ ഡ്രീം ഡെസ്റ്റിനേഷൻ. Yeah, but I'm happy here. You don't see the way I look at you. Seriously? ഇതാരാണ്? എനിക്കറിയത്തില്ല. ആരാണ്? പറയൂ. Is everything okay with you? Yeah, I'm perfectly fine. എന്തോ അടേ നിങ്ങളൊക്കെ ഇങ്ങനെ. ഞാൻ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും എപ്പോഴും സന്തോഷവതിയായിട്ടിരിക്കണമെന്നില്ലല്ലോ. ബേസിക്കലി എനിക്കും സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നൗഎഡേയ്സ് ഐ എം ബിസി. യാ, എല്ലാം ഓക്കെ ആണെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു ലൈഫ്. ഐ എം ഹാപ്പി ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ തിങ്സ് ദാറ്റ് ഹാപ്പൻ ഓൺ മൈ ലൈഫ് ആസ് ഓഫ് നൗ. സോ oh, you want to know if someone has crush on you? എന്തിനു വേണ്ട വെറുതെ. No, I don't want to know. Be happy, miss. ഈ ക്വസ്റ്റ്യൻ ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. Be happy, miss. Yeah, I'm happy, dear. Best friend. You give me butterflies. You are cute. ഞാനോ ബട്ടർഫ്ലൈസ് ഒക്കെ തരാറുണ്ട്, എനിക്ക് പോലും അറിയത്തില്ല. Who is the last person you texted? It's basically my mother and Sri. I think you are pretty awesome. Thank you so much for that compliment. Thank you so much. How tall are you? I'm 175. Do you believe in second chances? The question is very difficult. Second chances believe ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ആർക്കും സെക്കൻഡ് ചാൻസസ് കൊടുത്തിട്ടില്ല. സോ എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ലൈഫ് സർക്കംസ്റ്റാൻസസ്. ഇപ്പം നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസസ് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ യു ക്യാൻ ഗീവ്. ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ യു, ബിക്കോസ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആസ്ഡ് ബൈ 2 times. ഇതാരാണ് ചോദിച്ചതെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ബട്ട് സെക്കൻഡ് ചാൻസസിനെ കുറിച്ച് പറയാൻ ഐ ആം നോട്ട് എനി വൺ, ബിക്കോസ് it totally depends upon your circumstances and situation. ഇപ്പോൾ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും വന്നാൽ ഐ വിൽ think and do the things accordingly. എൻ്റെ ലൈഫിൽ സെക്കൻഡ് ചാൻസസ് എനിക്കറിയത്തില്ലടെ. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടന്നത് അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് ഓക്കെ ഇതിനി മുമ്പോട്ട് പോയാൽ ശരിയാവും, അതിനി ഒരു ചാൻസ് കൊടുക്കും, എന്താണ് ഇതിൻ്റെ ഒരു ഒത്തൊരുമിച്ച് പോയി എല്ലാം ഓക്കെ സെറ്റിലാക്കി വിടാൻ പറ്റും എന്നൊക്കെ the 2 persons should decide each other. പാർട്ട്നേഴ്സ് ഡിസൈഡ് ചെയ്ത് തീരുമാനിക്കുന്നത് ആണ്, ഞാനല്ല. സോ യാ, ദാറ്റ്സ് ഇറ്റ്. വാട്ട് മേക്സ് യു ഫീൽ ഹാപ്പി? എന്നെ എല്ലാ തരത്തിലും എനിക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഹാപ്പിനെസ് കണ്ടെത്തുന്നു. ലൈക്ക് ഇപ്പം ആരെങ്കിലും എനിക്ക് ഫേവറേറ്റായിട്ട് ഉള്ള ആരെങ്കിലും റോഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു റോസാപ്പൂവോ അല്ലെങ്കിൽ അടുത്തടുത്ത് നിൽക്കുന്ന ഒരു ചെടികളോ ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നാൽ ഐ വിൽ ബി ഹാപ്പി. പിന്നെ എൻ്റെ ബർത്ത്ഡേ, എൻ്റെ സ്പെഷ്യൽ ഡേയ്സൊക്കെ ഓർത്ത് വെക്കുമ്പോൾ ഐ എം ഹാപ്പി. നമ്മൾ ഹാപ്പി ലൈക്ക് വാട്ട് മേക്സ് യു ഫീൽ ഹാപ്പി എന്നൊക്കെ ചോദിച്ചാൽ എനിക്കിങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയാണ് എന്നെ ഹാപ്പി ആക്കുന്നത്. ഞാനൊരിക്കലും ഇത് കിട്ടിയാലേ ഞാൻ ഹാപ്പി ആവത്തുള്ളൂ, അത് കിട്ടിയാലേ ഞാൻ ഹാപ്പി ആവത്തുള്ളൂ എന്നൊന്നും ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല. ഇത് പറയത്തില്ല, ബിക്കോസ് ഐ ഹാവ് ദാറ്റ് ക്യാപ്പബിലിറ്റി ടു ഡു ദ തിങ്സ്. സോ ദിസ് ആർ ദ സ്മോൾ തിങ്സ് ദാറ്റ് മേക്സ് മീ ഹാപ്പി. എനിക്ക് സങ്കടം വരുന്നു എന്നൊരു തോന്നൽ. സോ
കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്നെ വളരെ വളരെ സന്തോഷപ്പെടുത്തും, വളരെ വളരെ ഹാപ്പി ആക്കും. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഒരാൾ കഴിക്കുന്ന കാണുമ്പോഴായിരിക്കും എൻ്റെ ഹാപ്പിനെസ്. സോ that's my happiness. I'm being emotional right now. Why did you delete your previous highlight? Please add your angel responses. അതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. ഞാൻ ഡിലീറ്റ് ചെയ്തതൊന്നുമല്ല. ലൈക്ക് അതെനിക്ക് റീസ്റ്റോർ ചെയ്യാന്നേ ഉള്ളൂ. ലെറ്റ് മീ തിങ്ക്. I'll add, inshallah. You are so beautiful, more than I could express, more than you could think. Seriously? Thank you. എന്താ പറയണ്ടേ, ഈ മെസ്സേജ് കണ്ടപ്പോൾ ഐ ഫീൽ so happy and thank you so much for sending me such great messages. I feel so happy. I love the way you are no matter what. ഐ തിങ്ക് ഇത് രണ്ടുപേരും ഒരാളാണെന്ന് തോന്നുന്നു. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഒരാളാണ് ചെയ്തതെന്ന് തോന്നുന്നു. ബിക്കോസ് ഐ ഡോണ്ട് നോ. താങ്ക് യു. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ലവ് റിലേഷൻ? നോക്കൂ. നോ. ഓക്കെ. അടി. യുവർ ഐസ്. താങ്ക് യു. എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടാറുണ്ട് എൻ്റെ കണ്ണുകൾ കാരണം. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ക്യാൻ ഐ ബി യോഴ്സ് ഫോർ എവർ? അടി വേണോ എൻ്റെന്ന്? യുവർ ലാഫ് ഈസ് കൈൻഡ് ക്യൂട്ട്. അതും കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടാറുണ്ട്. ചിരി, കണ്ണ്, സംസാരം. Thank you. How are you doing mentally? എന്താണ് പ്രശ്നം? എനിക്ക് പറയൂ. മെൻ്റലി ഞാൻ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലാതെ അങ്ങ് പോകുന്നത്. ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ദിമാഗ് ഖറാബാവും. ബട്ട് യുനോ, ഒന്നും ചിന്തിക്കാതെ അങ്ങ് മുമ്പോട്ട് പോകുന്നതാണ് നല്ലത്. 9 or 5 best friends, that's very difficult question because I have only few close friends to me. അതിൽ 5 ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞാൽ ഒരാളെ മെൻഷൻ ചെയ്തില്ലെങ്കിൽ തീർന്നു. പറയണോ ഞാൻ 5 ബെസ്റ്റ് ഫ്രണ്ട്സിനെ? എനിക്കങ്ങനെയൊന്നുമില്ല. എനിക്കെല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരും ഒരുപോലെയാണ്. ബിക്കോസ് അവരൊക്കെ എൻ്റെ ബർത്ത്ഡേക്കൊക്കെ കറക്റ്റ് ടൈമിൽ, ഇത്രയും വർഷമായി 2018 തൊട്ട് എനിക്ക് ഫോൺ കിട്ടുന്നത് 2080 ഹാഫ് ആയപ്പോഴാണ്. എനിക്ക് ഫോണൊന്നുമില്ലായിരുന്നു. അപ്പോൾ ആ ടൈം തൊട്ട് ഇതുവരെയും എന്നെ എല്ലാവരും, എനിക്ക് ലൈക്ക് 6 to 7 ആൾക്കാരുണ്ട് എൻ്റെ ബെസ്റ്റായിട്ട്. സോ അവർ വിളിക്കും, സംസാരിക്കും, എൻ്റെ ബർത്ത്ഡേക്ക് വിഷയം എന്നൊന്നും വിളിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ എൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ കറക്റ്റ് സമയത്ത് വിഷും ഫോൺ കോളും കാണും. ഈ വർഷം ലൈക്ക് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് സെലിബ്രേറ്റിംഗ് മൈ ബർത്ത്ഡേ, ബട്ട് ദോസ് പീപ്പിൾ മേഡ് മീ സെലിബ്രേറ്റ് മൈ ബർത്ത്ഡേ. സോ I love them very much because they make me happy in so many ways. So this view of regarding marriage, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ റിഗാർഡിങ് മാരേജ് എന്ന് പറയുന്നത്, കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ടുള്ള ആൾ എത്തും എന്നാണ് എല്ലാവരും പറയുന്നത്. സമയമാകുമ്പോൾ ഇങ്ങ് എത്തും. പക്ഷേ എന്തോ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ വൈകിയാലും, ലൈക്ക് ഇപ്പോൾ 28 29 30 35 40 whatever the age is, ആ ഒരു ടൈമിൽ ആയാലും കറക്റ്റായിട്ടുള്ളൊരു പേഴ്സൺ വന്നാൽ പ്രശ്നമില്ല. അതേസമയം റോങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് നമ്മുടെ ലൈഫിലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ സർവൈവൽ. പിന്നെ ആ ഒരു ട്രോമ, ബിക്കോസ് നമ്മളെല്ലാവരും ലൈഫിൽ ഒരു മാരേജ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി
വെരി പ്യുവർ തിങ്. അപ്പോൾ ചില ആൾക്കാർക്ക് ആ പ്യൂരിറ്റി കാണത്തില്ല, ചില പേർക്ക് കാണത്തില്ല, ബിക്കോസ് ദേ ആർ ലൈക്ക് സിംപ്ലി ഷോയിങ് ഓഫ് ആൻഡ് മാരിങ്, ദാറ്റ്സ് ഇറ്റ്. ബട്ട് ഇപ്പം ഞാനൊക്കെ ഒരു കല്യാണം കഴിക്കുന്നതെന്ന് വെച്ചാൽ ഫോർ ബീയിങ് വിത്ത് എ ഗ്രേറ്റ് പാർട്ട്ണർ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര വലിയ ഗിഫ്റ്റുകളൊന്നും വേണ്ട. ലൈക്ക് ഈവൻ ഇഫ് ഹീ ഈസ് ഹാപ്പി ഐ എം ഹാപ്പി. അല്ലെങ്കിൽ എന്നെ ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു പൂവോ ഒരു ചോക്ലേറ്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരുന്നതായിരിക്കാം എൻ്റെ ഹാപ്പിനെസ്. സോ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ റോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ലൈഫിൽ ഒരുപാട് വിഷമിക്കും. പക്ഷേ അതേപോലെ റൈറ്റായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഒരുപാട് സന്തോഷിക്കും. ചില ആൾക്കാർക്ക് യു ഷുഡ് ബി ലോയൽ, ലവബിൾ, ദാറ്റ്സ് ഇറ്റ്. മാരേജിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ എൻ്റെ പാർട്ട്ണറെ കുറിച്ചുള്ള കോൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. മാരേജിനൊക്കെ കുറിച്ച് ചോദിച്ചാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇപ്പോഴത്തെ ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാനേ പറ്റത്തില്ല. ഇവൻ ഇഫ് ഇറ്റ് ഇസ് 1 year or 2 year, നോ മാറ്റർ വാട്ട്, ലൈഫിൽ ജീവിച്ച് തുടങ്ങുമ്പോഴേക്കേ മനസ്സിലാവത്തുള്ളൂ. സം ആർ ഗുഡ്, സം ആർ ബാഡ്. കുറേ നല്ല പാർട്ട്നേഴ്സിനെ കിട്ടും. ഇപ്പം ബേസിക്കലി ഇപ്പം നമ്മുടെ ലൈഫിലൊരു പാർട്ട്ണർ വരുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. ലൈക്ക് മേ ബി സ്മോൾ തിങ്സ്. ഇപ്പം ഓക്കെ എടി എനിക്കിത് ഇഷ്ടമാണ്, ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. ചിലപ്പോൾ ഓക്കെ നിനക്കിത് മനസ്സിലായില്ല, ഞാൻ ഇത് പറഞ്ഞു തരാം. ദാറ്റ് ബോണ്ട്, ഗ്രോയിങ് ഈച്ച് അതർ, ബീയിങ് വിത്ത് ഈച്ച് അതർ. ഒരാൾക്കൊരു കാര്യം അറിയത്തില്ലെങ്കിൽ അത് ആ ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇറ്റ്സ് റിയലി പ്യുവർ തിങ്സ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റൈറ്റ് ടൈമിൽ റൈറ്റ് ടൈം ആകുമ്പോൾ പാർട്ട്ണർ വരും, എല്ലാം ഓക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അതിൽ വിശ്വാസമില്ല. നമ്മളെപ്പോഴും കറക്റ്റായിട്ട് തോന്നുന്നു. ഒരുപാട് ടൈം എടുത്താലും നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ചിലപ്പോൾ ചില ആൾക്കാർക്ക് സഡൻ ഇങ്ങനെ ആയിരിക്കും മാരേജും കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ പറയുക, ചിലർക്ക് ട്രോമയായിരിക്കും, വെരി മച്ച് ട്രോമയായിരിക്കും. ചിലവർ പ്രതീക്ഷിച്ച ജീവിതമല്ലായിരിക്കും പോകുമ്പോൾ കിട്ടുന്നത്. സോ ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻസ് ആൻഡ് എവറിത്തിങ്. നമ്മൾ കുറച്ച് കൊച്ചു കാര്യങ്ങൾക്കായിരിക്കും പോകുന്നത്. ലൈക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, ഒരുമിച്ചിരുന്ന് മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുക. ദിസ് ടൈപ്പ് ഓഫ് ലിറ്റിൽ തിങ്സ് ആയിരിക്കും. എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇതൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. ബട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഇറ്റ്സ് മേ ബി ഡിഫറെൻറ്റ്. ദിയർ പോയിൻ്റ് ഓഫ് വ്യൂസ് മേ ബി ഡിഫറെൻറ്റ്. മേ ബി വൈകി കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. കെട്ടുന്ന നല്ല പാർട്ട്ണർ അല്ലെങ്കിൽ എൻ്റെ ജീവിതം ബാക്കി ഞാൻ പറയുന്നില്ല. നല്ല പാർട്ട്ണറാണെങ്കിൽ അടിപൊളി, ജിങ്കലാല. ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാർട്ട്ണർ. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണം ലൈഫിൽ. അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഇല്ലാതെ ഒരിക്കലും ലൈഫ് മുമ്പോട്ട് നീങ്ങത്തില്ല. ആൻഡ് എൻ്റെ ഒരു കോൺസെപ്റ്റിലാണെങ്കിൽ എൻ്റെ പാർട്ട്ണർ ലൈക്ക് എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്തു തരില്ല. മേ ബി കൊച്ചു കാര്യങ്ങൾ, ലൈക്ക് എന്നെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്നതോ, എന്നെ ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതോ, അങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ ഹാപ്പിനെസ്. അല്ലെങ്കിൽ ലൈക്ക് എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ലൈക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കുക, ഫുഡ് കഴിക്കുക, ഒരുമിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക. ആയിരിക്കും ഇന്ന് എന്ത് നടന്നു, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഓഫീസിലൊക്കെ, ഇന്ന് എങ്ങനെ കൊളീഗ്സൊക്കെ എങ്ങനെയുണ്ട്, ഓക്കെ എന്ത് ഫുഡ് കഴിച്ചു, ഫുഡൊക്കെ ഓക്കെ ആയിരുന്നു. ലൈക്ക് അങ്ങനെ കൊച്ചു കാര്യങ്ങളൊക്കെയാണ് ഞാൻ. വൈ യു ആർ നോട്ട് പോസ്റ്റിംഗ് എനിത്തിങ്? മേ ബി നിങ്ങൾ കാണാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ പോസ്റ്റൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ സീരിയസ്ലി പറയാമല്ലോ എനിക്ക് ഒന്നിനും സമയമില്ല. ഇത് തന്നെ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ എത്ര സമയമായി? 11:30 ഞാൻ ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ചെയ്യാൻ. ഒന്നിനും സമയമില്ല എനിക്ക്. രാവിലെ 5:30 ആകുമ്പോൾ ഞാൻ പോവും, 8:30 ലോഗിൻ.
ലൈക്ക് ബ്രേക്ക് എനിക്ക് എപ്പോൾ വേണോ എടുക്കാം ബിക്കോസ് മൈ CEO is super cool with me, so I don't have any problem regarding that. Foreigners is seriously good. പിന്നെ 5:30 to 6 o'clock 8:30 to 6 ആണ് എൻ്റെ ഓഫീസ് ടൈം വരുന്നത്. ബട്ട് ഐ യൂസ് ടു ഗോ ലൈക്ക് 5:30 ബിക്കോസ് ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഐ ക്യാൻ സ്റ്റേ ആഫ്റ്റർ 5:30. ഞാൻ 5:31 പോലും ഞാൻ ഇരിക്കത്തില്ല, അപ്പം തന്നെ ഇറങ്ങും. ആൻഡ് ഹീ ഡോണ്ട് യൂഷ്വലി സേ എനിത്തിങ് ടുവേഴ്സ് മീ. സോ കൂൾ വിത്ത് മീ ബിക്കോസ് പിന്നെ ചില സമയത്ത് ചില സർക്കംസ്റ്റാൻസസിൽ ഞാൻ 6 o'clock വരെ ഇരിക്കും. മേ ബി ബിക്കോസ് ഓഫ് ദ കൊളീഗ്സ് ചിലപ്പോൾ ഞാൻ 6 o'clock വരെ ഇരിക്കും. ഞാൻ എത്തുമ്പോൾ ലൈക്ക് 9 o'clock ആവും. പിന്നെ 9 o'clock വന്നാൽ എനിക്ക് ഒന്നിനും സമയമില്ല. ഭയങ്കര ടയേർഡായിട്ടായിരിക്കും ഞാൻ വരുന്നത്. വന്ന ഉടനെ ഞാൻ ചിലപ്പോൾ ഫുഡ് പോലും കഴിക്കാൻ ടൈം കിട്ടത്തില്ല. ഫുഡെല്ലാം അവിടെ നിന്നാണ് കഴിക്കുന്നത്. ഫുള്ള് ഞാനൊന്നും ഇപ്പോൾ ഒന്നും കുക്ക് ചെയ്യാറില്ല. സാറ്റർഡേ സൺഡേ ഞാൻ കുക്ക് ചെയ്യും, അതും ഹെൽത്തി മീൽസ് മാത്രം. അങ്ങനെയൊക്കെ. ഡു യു ലവ് ജിം? യെസ്, ഓഫ് കോഴ്സ് ഐ ലവ് ജിം. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ സമയം കിട്ടാറില്ല. ഗേൾസ് ടൈമിങ് ഇസ് ലൈക്ക് ഐ തിങ്ക് 5 to 8. ആരുടെ 5 മണിക്കൊക്കെ എണീച്ച് പോകും. 6 മണിക്കൊക്കെ ആണെങ്കിൽ വീണ്ടും കുഴപ്പമില്ല, വൈകിട്ടില്ല. പിന്നെ ജിമ്മിൽ പോകുന്നത് ലൈക്ക് ഐ ഫീൽ സോ ഹാപ്പി. ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, സ്ട്രെസ് റിലീഫ്. പിന്നെ എപ്പോഴും എൻ്റെ ട്രെയിനർ ചേട്ടൻ പറയും, നീ വരും, ഫീസ് അടയ്ക്കും, പിന്നെ കാണത്തില്ല. 1 വീക്കിൽ ചിലപ്പോൾ ഞാൻ പോയാലായി. യൂഷ്വലി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം ക്യാബിൽ വല്ലതും പോവുകയാണെങ്കിൽ ഞാൻ ജിമ്മിൽ പോകും. ക്യാബ് അല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ പോകും. അങ്ങനെയൊക്കെയാണ്. ടോട്ടലി ഡിപ്പെൻസ്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ മൈ മൂഡ്. ബട്ട് ഐ ലൈക്ക് വർക്കിംഗ് ഇറ്റ്. അത്രയൊക്കെ തന്നെയാണ്. വാട്ട് ഹാപ്പൻ ബിറ്റ്വീൻ യു ബോത്ത്? ആരായിട്ട്, എന്തായിട്ട്? മനസ്സിലായില്ല. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ല. ക്ലിയർ ആയിട്ട് പറയണം. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയുന്നത്? പിന്നെ എന്താ, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് സുഖം, നിങ്ങൾക്കും സുഖമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. പക്ഷേ അതൊക്കെ ആപ്റ്റായിട്ടുള്ള ടൈമിൽ എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ ചെയ്യും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻസ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഐ വിൽ ഡു ദാറ്റ്. അങ്ങനെ ഞാൻ ഒന്നും വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എല്ലാം പറയേണ്ട സമയത്ത് ഞാൻ പറയും. ദാറ്റ്സ് ഇറ്റ്. ഓക്കേ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ ഇതൊക്കെ ഞാൻ ഇങ്ങനെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനിയും ഇങ്ങനത്തെ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാരെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞു. വിൽ ഡു ഇറ്റ് ഇൻഷാല്ലാ. ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. അതിൽ കുറേയൊക്കെ ഞാൻ ആൻസർ ചെയ്തു. ചിലതൊക്കെ പേഴ്സണൽ ക്വസ്റ്റ്യൻസാണ്. അതൊക്കെ എനിക്കിപ്പോൾ ആൻസർ ചെയ്യണം എന്ന് തോന്നുന്നില്ല. ബട്ട് ഐ വിൽ ഡു ഇറ്റ് വെൻ ദ ടൈം ഈസ് റൈറ്റ്. എനിക്കത് ആപ്റ്റായിട്ട് ഓക്കെ ഇങ്ങനെ ഞാൻ ഡിസ്കസ് ചെയ്യാം എന്നൊക്കെ എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ ചെയ്യും. പിന്നെ എന്താ, അത്രയൊക്കെ തന്നെ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് സുഖം, നിങ്ങൾക്ക് സുഖമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. Please do like, share, comment. Bye bye. Okay.